എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു വണ്ട് ഒരു സായാഹ്നത്തിൽ താമരപ്പൂവിൽ തേൻ തേടിയെത്തി. തേൻ നുകരുന്നതിനിടെ നേരം പെട്ടെന്ന് സന്ധ്യയായി. സൂര്യൻ മറഞ്ഞാൽ പിന്നെ താമരയ്ക്ക് വിരിഞ്ഞു നിൽക്കാനാകില്ലല്ലോ. വണ്ട് താമരപ്പൂവിനകത്തായിപ്പോയി. താമര വണ്ടിനോട് പറഞ്ഞു, നാളെ പ്രഭാതത്തിൽ എനിക്കിനി വിരിയാനാകും. എൻ്റെ ഇതളുകളെ മുറിവേൽപ്പിച്ചാലും നീ പോയിക്കൊള്ളുക. വണ്ട് സ്നേഹപൂർവ്വം പ്രതിവദിച്ചു, നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്ക് പോകണ്ട. നാളെ പ്രഭാതത്തിൽ നീ വിരിയുമ്പോൾ ഞാൻ പോയിക്കൊള്ളാം. അതുവരെ ഞാൻ നിനക്ക് കൂട്ടിരിക്കാം. സ്നേഹമുള്ളവരെ, വേറൊരാളെ വേദനിപ്പിക്കാതെ കടന്നു പോകുന്ന ദിനങ്ങളുടെ സുഹൃതം ഒരാളിൽ ജീവിതാവസാനം വരെ ഉണ്ടാകുമെന്നുള്ളതാണ്. തേൻ പകർന്നു നൽകുന്നവരെ മുറിപ്പെടുത്തുന്നതിനേക്കാൾ വലിയ തെറ്റ് എന്താണുള്ളത്? ആയുസ് മുഴുവൻ മധുരം നൽകി കൂടെ നിൽക്കുന്നവരെ ഒരു വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. സ്വന്തം സമയവും സാധ്യതകളും കഴിവുകളും സന്മനസ്സോടെ മറ്റൊരാൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നതിനാണ് കൂട്ടിരിപ്പ് എന്ന് പറയുന്നത്. ഒരാളുടെ ആവശ്യനേരത്ത് അയാളോടൊപ്പം പ്രസന്നതയോടെ കൂട്ടിരിക്കുവാൻ തയ്യാറായാൽ അവിടെ രണ്ട് ജീവിതങ്ങൾ പുനർനിർമ്മിക്കപ്പെടുകയാണ്. ഏത് പ്രതിസന്ധികളെയും പ്രതിരോധിക്കുവാൻ ചില നല്ല കൂട്ടിരിപ്പുകാർ ഉണ്ടായാൽ മാത്രം മതി. ആവശ്യനേരത്ത് ഒപ്പം തണലായിരിക്കുന്നവർ കൂട്ടിരിപ്പിൻ്റെ ലാഭനഷ്ട കണക്കുകൾ നോക്കാറില്ല എന്നുള്ളതാണ്. സ്വയം ബലഹീനനായി തോന്നുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്ന ചിന്ത ഒരാൾക്ക് നൽകുന്ന ആത്മവിശ്വാസം അത് എത്രയോ വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും മറ്റുള്ളവർക്ക് കൂട്ടിരിപ്പിൻ്റെ കരുത്ത് പകരുവാനായിട്ട് സാധിക്കട്ടെ. നല്ല ദൈവം കൂടെയുണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.